അതേസമയം തന്നെ ഈ സംഭവത്തിൽ എറണാകുളം ജില്ല മുഴുവൻ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് കോൺഗ്രസ്. ജില്ലയിൽ ഇന്ന് കരിദിനം ആചരിക്കുന്നു. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ജില്ലാ വ്യാപകമായി ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്? നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നുള്ള പ്രതിഷേധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ഇന്നലെ കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധ പരിപാടി രാത്രി വലിയ രീതിയിലുള്ള പോലീസ് നടപടി ഉണ്ടായി. അതിനുശേഷം ജില്ല മുഴുവൻ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് കോൺഗ്രസ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഏത് രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്? ലിബീഷ്, ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലെ സംഭവം പകല് നമ്മൾ കണ്ടതിനേക്കാൾ തീവ്രമായിരുന്നു ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളും അതുമായി അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലൊക്കെ പോയിരുന്നു. അവർക്ക് പിന്നീട് ജാമ്യം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇടക്കാല ജാമ്യമായിരുന്നു. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി നേതാക്കൾ കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 11 മണിയോടുകൂടി അവർ കോടതിയിൽ ഹാജരാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ മണ്ഡലങ്ങളിലും ഈ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ നിലയ്ക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ളൊരു പൊതുവികാരം അണികൾക്കിടയിലുമുണ്ട്. അതും കൂടി പരിഗണിച്ചുള്ള നടപടികൾ, പ്രതിഷേധ പരിപാടികളാവും സംഘടിപ്പിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇന്നിപ്പോൾ ജില്ലയിൽ കരിദിനമായിട്ട് ആചരിച്ചുകൊണ്ടാണ് ഇന്നലത്തെ സംഭവങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഈ കരിദിനം ആചരിക്കൽ സാധാരണ നമ്മൾ കാണാറുള്ളത് പോലുള്ളൊരു ആ ഒരു നിലയ്ക്കുള്ള പ്രതിഷേധമായിരിക്കില്ല, മറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 14 പേർക്കെതിരെയാണ് ഇപ്പോൾ ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. അതിൽ MP-യും MLA-യും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രതികളായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വികാരം എല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. പോലീസിനെതിരെ ഇന്ന് പുലർച്ചെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BCC നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, പോലീസിനെ കൊലവിളി മുദ്രാവാക്യങ്ങൾ പോലെ തന്നെ ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുക എന്ന് തന്നെയാണ് DCCയുടെ തീരുമാനം. ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളാവും ഇന്നിപ്പോൾ നടത്തിയത് ജില്ലയിൽ കരിദിനം ആചരിക്കുക. എബി, DCC പ്രസിഡന്റ്, MLA, MP എന്നിവർക്കൊക്കെ എതിരെയാണ് പോലീസിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും പ്രവർത്തകർ വലിയ രോഷത്തിലായിരിക്കും. എബി സൂചിപ്പിച്ച പോലെ ഇന്ന് പോലീസിനെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ എത്രത്തോളം പോലീസ് ഈ പ്രതിഷേധങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നുണ്ട്? പോലീസും വലിയ ശക്തമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. കാരണം ഇന്നലെയും നമ്മൾ കണ്ടതാണ് പോലീസിലെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്ത്, അതായത് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന നടപടികളിലേക്ക് പോലും എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു മുൻകരുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പറയാൻ മറ്റൊരു കാര്യമുള്ളത്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിപ്പോൾ സമരത്തിൽ പങ്കുചേരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. അത് കോതമംഗലത്ത് നിലവിൽ തുടരുന്ന ആ ഒരു പ്രതിഷേധം അത് ആ നിലയ്ക്ക് തന്നെ തുടരുമെന്ന് തന്നെയാണ് DCCയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ജില്ലയിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്നുള്ള കാര്യം കൂടി DCC നേതൃത്വം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകും. പോലീസും അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സകല മാർഗങ്ങളും സ്വീകരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്നലെ രാത്രിയിലും അർദ്ധരാത്രിയിലും പുലർച്ചെയും ഒക്കെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ നിലയ്ക്കുള്ള സംഭവവികാസങ്ങൾക്ക് തന്നെയാണ് ഇന്നും സാധ്യതയുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു തരത്തിലും ഈ കാര്യത്തിൽ അയവ് വരുത്തേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രവർത്തകർക്കുള്ളത്. ആ പ്രവർത്തകരുടെ ആ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രതിഷേധ പരിപാടികളാവും ഇന്ന് DCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. നിതീഷ്.